ഹായ് ഗായ്സ്, ബിഗ് ലേണിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ചെറിയൊരു ടോപ്പിക്കാണ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ലെവൽ എക്സാംസ്, ISRO, അതുപോലെ തന്നെ നമ്മുടെ SSC JEE, RRB JEE മുതലായ എല്ലാ എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. എന്നാൽ ഇത് ചെറിയ ബേസുമാണ്. നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് പഠിച്ചു, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആപ്ലിക്കേഷനായ അങ്ങോട്ട് നമുക്ക് ഫർദർ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്? ഓക്കെ, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ ആദ്യം പഠിച്ചത് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം. അതായത് നിശ്ചലമായിരിക്കുന്ന ഒരു വെള്ളം, ആ വെള്ളത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, പാസ്കൽസിലോ പോലുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ അവിടെയാണ് പഠിച്ചത്. പിന്നെ രണ്ടാമത് നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് പഠിച്ചു, അല്ലേ? ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് പഠിച്ചു. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആക്സിലറേഷൻ, വെലോസിറ്റി, അതുപോലുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമത് പഠിച്ചൊരു സാധനമാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സൂടെ കൺസിഡർ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ആ സ്റ്റഡിയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എവിടെ വന്നു കഴിഞ്ഞാലും എവിടെ ഏത് ലോ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ചിലപ്പോൾ ചോദിച്ചേക്കാം, എളുപ്പമാണ്. ഓക്കെ, അതായത് X ഡയറക്ഷനിൽ ഒരു വെള്ളം മൂവ് ചെയ്യുന്നു എങ്കിൽ അവിടെ ആ മൂവ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ആക്സിലറേഷനെ ഞാൻ AX എന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഫോഴ്സ് ഇൻ X ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണല്ലോ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആൻഡ് X ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ മോഷൻ വിത്ത് ഫ്ലൂയിഡ് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ഇനി ഇക്വേഷൻസ് ഓഫ് മോഷൻസ് മിക്കപ്പോഴും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ SSC JEE ഇത് ഡിപ്ലോമ ലെവൽ എക്സാംസ് ആവട്ടെ, മിക്കപ്പോഴും ലെവലിലും ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എന്നാൽ എല്ലാവരും വിടുന്നൊരു ടോപ്പിക് അതാണ് നമ്മുടെ ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻസ്. അതായത് ഒരു വെള്ളം ഫ്ലോ ചെയ്യുകയാണ് എങ്കിൽ, റിയൽ കണ്ടീഷനാണ് പറയുന്നത്, റിയൽ എങ്കിൽ ഏതെല്ലാം ഫോഴ്സ് അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെല്ലാം ഫോഴ്സ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു? ഒന്നാമത് വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലേ? എല്ലാവർക്കും അറിയാമെന്നുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ പ്രഷർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്, അതാണ് പ്രഷർ ഫോഴ്സ്. രണ്ട് ഫോഴ്സായി. പിന്നെ മൂന്നാമത് വരുന്നത് വിസ്കസ് ഫോഴ്സ്. എന്താണ് വിസ്കോസിറ്റി എന്നൊക്കെ അത് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ വിസ്കസ് ഫോഴ്സ്. പിന്നെ നാലാമത്തത് ടർബുലൻറ്റ് ഫോഴ്സ്. അഞ്ചാമത്തത് ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി. അങ്ങനെ 5 ഫോഴ്സാണ് ഇങ്ങനെ ഇതിൽ സ്ഥിരമായി, അതായത് 5 ഫോഴ്സാണ് ആക്ച്വലി ഒരു മോഷൻ ഓഫ് എ ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡിൻ്റെ മോഷന് ഫ്ലോ ഉണ്ടാകുന്ന 5 ഫോഴ്സസ്. ഓക്കെ, എങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എന്താണ്? എല്ലാത്തിൻ്റെയും കൂടെ സമ്മിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, X ഡയറക്ഷനിൽ എന്തൊക്കെ ഉണ്ട്? FG ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ പ്രഷർ ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ എന്തുണ്ട്? പ്ലസ് വിസ്കസ് ഫോഴ്സ് ഉണ്ട്, പ്ലസ് FT ടർബുലൻറ്റ് ഫോഴ്സ് ഉണ്ട്, പ്ലസ് FC കംപ്രസിബിൾ ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി. ഈ ഇത്ര സാധനങ്ങളുണ്ട്. ഇത് പഠിക്കാൻ, ഈ 5 എണ്ണം പഠിക്കാനായിട്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചൊരു സംഭവമാണ് FGPVTC. ഇതിങ്ങനെ തന്നെ പഠിക്കുക, കാരണം ഇത് വേറൊരു സംഭവം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് FGPVTC ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിൽ തന്നെ പഠിക്കുക, ഓർഡർ മാറരുത്. G ഫോർ ഗ്രാവിറ്റേഷൻ, P ഫോർ പ്രഷർ, V ഫോർ വിസ്കസ്, T ഫോർ ടർബുലൻറ്റ് ആൻഡ് C ഫോർ കംപ്രസിബിലിറ്റി. ഓക്കെ, എങ്കിൽ നേരത്തെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഓർഡർ പഠിച്ചു അല്ലേ? ഇതിൽ FGPVTC ഇതിൽ അവസാനത്തെ C ഞാൻ അങ്ങ് മാറ്റി. അതായത് കംപ്രസിബിൾ ഫോഴ്സ് അവിടെ ഇല്ല, കംപ്രസിബിലിറ്റി, ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി അവിടെ ഇല്ല. അവിടെ ഇല്ല എങ്കിൽ അവിടെ ബാക്കി 4 എണ്ണമേ വരുന്നുള്ളൂ. എന്താണ്? FGPVT 4 എണ്ണേ വരുന്നുള്ളൂ. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, പ്രഷർ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ടർബുലൻറ്റ് ഫോഴ്സ്. ഈ 4 എണ്ണം മാത്രം വരുന്ന, അല്ലെങ്കിൽ കംപ്രസിബിൾ ഇല്ലാതെ വരുന്നത്, ഈ 2 കണ്ടീഷനിലും വരുന്ന അങ്ങനെ ഞാൻ എടുക്കുന്ന ഒരു ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്ത് എടുക്കുന്ന ഒരു ഇക്വേഷൻസ് ഓഫ് മോഷൻ. ആ ഇക്വേഷൻസ് ഓഫ് മോഷനാണ് റെയ്നോൾഡ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഒരു മാർക്കിന് സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഇനി അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, പ്രഷർ ഫോഴ്സ് ഉണ്ട്, വിസ്കസ് ഫോഴ്സ് ഉണ്ട്, ടർബുലന്റ് ഫോഴ്സ് ഉണ്ട്, റെയ്നോൾഡ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ടി ഇല്ല. രണ്ടാമത് എഫ് ജി പി വി ടി സിയിൽ ഈ ടിയും ഇല്ല സിയും ഇല്ല എങ്കിൽ എന്താണ് എഫ് ജി പി വി, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, പ്രഷർ ഫോഴ്സ് ഉണ്ട്, വിസ്കസ് ഫോഴ്സ് ഉണ്ട് എങ്കിൽ ഈ 3 വരുന്ന സാധനമാണ് നേവിയർ. ഈ 3 ഫോഴ്സും കൺസിഡർ ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻ, അതാണ് എന്താണ് നേവിയർ സ്റ്റോക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ. നേവിയർ സ്റ്റോക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ, എഫ് ജി പി വി ടി, ബി ടി ഇല്ല സോറി, ജി പി വി. ഇനി ഇതല്ല ഏറ്റവും ലാസ്റ്റ്, ഇതിൽ ഈ വിസ്കസ് ഫോഴ്സും ഇല്ല. ഈ വിസ്കസ് ഫോഴ്സും ഞാൻ കട്ട് ചെയ്യണം എങ്കിൽ എഫ് ജി പി, ഗ്രാവിറ്റേഷൻ ഫോഴ്സും പ്രഷർ ഫോഴ്സും മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് നമുക്ക് തന്ന സിലബസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനം എന്താണ് ഓയിലേഴ്സ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ട്രിക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ട്രിക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എഫ് ജി പി വി ടി സി എന്ന് പഠിക്കുക, അതുപോലെ തന്നെ എന്ത് പഠിക്കുക, ആർ എൻ ഇ എന്ന് പറയുന്ന ഈ ഓർഡറും പഠിച്ചിരിക്കുക. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്താണ്, ടോട്ടൽ ഫോഴ്സ് ജി പി വി ടി സി വരും. ഈ സി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആർ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആർ വരും, റെയ്നോൾഡ്സ് നമ്പർ. അത് കഴിഞ്ഞ് ഈ ടി ഞാൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ടി ഇല്ല എങ്കിൽ എനിക്ക് അതിന് എന്ത് ചെയ്യാം, അതിനെനിക്ക് നേവിയർ സ്റ്റോക്ക് എടുക്കാം. ഈ വി എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിന് എന്തെടുക്കാം, ഓയിലേഴ്സ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആക്കാം. ഓക്കെ, ഇനി ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അത് ഡിറൈവ് ചെയ്ത് നമ്മൾ ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷനിലെത്തും. അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും, എല്ലായിടത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യും. ആ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബെർണോളിസ് ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബെർണോളിസ് ഇക്വേഷൻ എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് എന്ന് പലതവണ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. ഓയിലേഴ്സ് ഇക്വേഷൻ ഓപ്ഷനിൽ ഓയിലേഴ്സ് ഇക്വേഷൻ ഉണ്ട്, നേവിയർ സ്റ്റോക്ക് ഉണ്ട്, റെയ്നോൾഡ്സ് നമ്പർ ഉണ്ട്, പിന്നെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പാസ്കൽസ് ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷനിലൂടെ കാണും. ഓക്കെ, അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ എവിടെ നിന്നാണ് എടുക്കുന്നത്, ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്ത് വരുന്നത്. ഓക്കെ, അടുത്ത് എന്താണ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറം പഠിക്കുമ്പോൾ നമ്മൾ ഒരു KTU അല്ലെങ്കിൽ ഒരു എക്സാം ഓറിയൻറ്റഡ് ലെവലിൽ പഠിക്കുന്നത് തിയറി, അല്ലെങ്കിൽ നമ്മുടെ തിയറി അല്ല, ആക്ച്വലി പ്രോബ്ലം, ആ ഇക്വേഷൻ മാത്രം പഠിച്ചങ്ങ് പോകും. അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ അസംഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ അസംഷൻസ് ആണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അല്ലെങ്കിൽ ബെർണോളിസ് തിയറം എടുക്കുമ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ അസംഷൻസ് ആണ് നമ്മൾ കരുതുന്നത്. അസംഷൻ നമ്മൾ എന്താണ് കരുതുന്നത് ഓക്കെ. ഒന്നാമത് ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, വിസ്കോസിറ്റി 0 ആണ് അല്ലേ. വിസ്കോസിറ്റി ഇല്ല എങ്കിൽ അത് ഐഡിയൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഫ്ലോ ഈസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ടൈം, സമയം അനുസരിച്ച് ആ ഫ്ലോ മാറുന്നില്ല. ഓക്കെ, പിന്നെ ഫ്ലോ ഇൻകംപ്രസിബിൾ ആണ്, അതായത് ഫ്ലോ കംപ്രസിബിൾ അല്ല. ആക്ച്വലി അതെങ്ങനെ ഇരിക്കുമോ അത് അങ്ങനെ തന്നെ ഇരിക്കും, ഇൻകംപ്രസിബിൾ ആണ്. പിന്നെ ഫ്ലോ ഈസ് ഇറോട്ടേഷണൽ, അതിൻ്റെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നില്ല, സ്വന്തമായി തന്നെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ ഫ്ലോ ഈസ് ഇറോട്ടേഷൻ. അപ്പോൾ ഈ 4 അസംഷൻസ് പഠിക്കുക. എന്തുകൊണ്ട് ഈ അസംഷൻസിലാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ചുമ്മാ റിവറിൽ നമ്മളിപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു നദിയിൽ പോയിട്ട് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഇവിടെ അക്സെപ്റ്റബിൾ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവത്തില്ല. അവിടെ അസംഷൻസ് മാറും. അത് റിയൽ കണ്ടീഷനാണ്. ഇത് നമ്മൾ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സാധനം. ഓക്കെ, എങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാം. ഈ 4 അസംഷൻസ് അറിയാമെന്നുള്ള ഒരാൾക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റും. അതായത് ഇൻ എ സ്റ്റഡി, അതായത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റഡി ഐഡിയൽ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എങ്കിൽ ടോട്ടൽ എനർജി അറ്റ് എനി പോയിന്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് കോൺസ്റ്റൻറ്റ്. ഞാനിപ്പോൾ എൻ്റെ ഒരു പൈപ്പ്, ഓക്കെ, പൈപ്പിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഞാൻ ഏത് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ടോട്ടൽ എനർജി എന്ത് തന്നെ ആയിരിക്കും, അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്, അല്ലെങ്കിൽ ബെർണോളിസ് തിയറം പറയുന്നത്. എങ്കിൽ ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്നല്ലോ, എന്തൊക്കെയാണ് ഈ ടോട്ടൽ എനർജിൻ്റെ അകത്ത് വരുന്നത്? ഒന്നാമത് പ്രഷർ എനർജി, നമ്മൾ പറഞ്ഞില്ലേ പ്രഷർ, ഓക്കെ, പ്രഷർ എനർജി വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് കൈനറ്റിക് എനർജി പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത് പൊട്ടൻഷ്യൽ എനർജി വരുന്നുണ്ട്. അതായത് ഹൈറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എനർജി, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റം എനർജി എന്ന് പറയും പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ 3
എനർജിയും എന്തായിരിക്കും? ഈ 3 എനർജിയും ഏതൊരു പോയിന്റിൽ, ഏതൊരു ഫ്ലോയിലെടുത്ത് ഏത് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും ഈ 3 എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ബെർണോളിസ് തിയറം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരാം. എന്താണ് ബെർണോളിസ് ഇക്വേഷൻ? ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൽ നിന്നൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത്, അതായത് നമ്മുടെ ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എനിക്ക് കിട്ടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഓയിലേഴ്സ് ഇക്വേഷൻ, അതായത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്ന ആ ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഡിറൈവ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഇക്വേഷനാണ് ബെർണോളിസ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഈ ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ, എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ്, കാണാതെ പഠിക്കുക. അതെന്ന് പറഞ്ഞാൽ P/ρg + v²/2g + z ഈക്വൽസ് കോൺസ്റ്റൻറ്റ്. ഈ P/ρg ആണ് ഞാൻ പ്രഷർ ഹെഡ്, അവിടെ പ്രഷർ എനർജി എന്ന് പറഞ്ഞു, ഇവിടെ പ്രഷർ എനർജി അല്ല, ഇവിടെ പ്രഷർ ഹെഡാണ്, അല്ലെങ്കിൽ പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റിനെയാണ് ഞാൻ ഈ പറയുന്ന ഈ ടേം. ആ ടേമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എനർജി എന്ന് പറഞ്ഞിരിക്കരുത്. ഓക്കെ, പിന്നെ വരുന്നത് v²/2g കൈനറ്റിക് ഹെഡ്. v²/2g ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² ആണ്. പക്ഷേ കൈനറ്റിക് എനർജി അല്ല, ഇവിടെ വന്നിരിക്കുന്നത് കൈനറ്റിക് ഹെഡാണ്. ഓർ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. ഇതിനെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ് എന്നും പറയും. കൈനറ്റിക് എനർജി ഇതിൻ്റെ യൂണിറ്റിലേക്ക് ഞാൻ വരാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് പൊട്ടൻഷ്യൽ ഹെഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, ഈ ഇക്വേഷനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് എൻ്റെ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, അതായത് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ പൈപ്പുണ്ട്, ആ പൈപ്പിൽ ഞാൻ ഇത് എ എന്ന് പറയുന്ന പോയിൻ്റാണ്, ഇത് ബി എന്ന് പറയുന്ന പോയിൻ്റാണ് എങ്കിൽ, അപ്പോൾ എൻ്റെ ഒരു ഒരു പൈപ്പുണ്ട്, ആ പൈപ്പിൻ്റെ എ എന്ന് പറയുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ എയും മറ്റൊരു പോയിന്റ് ബിയും ആണ് എങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ PA/ρg + VA²/2g + ZA അല്ലെങ്കിൽ ZA ഈക്വൽസ് PB/ρg + VB²/2g എന്തെഴുതാം? എനിക്ക് ZB. ഇതാണ് എൻ്റെ ബെർണോളിസ് ഇക്വേഷൻ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ വേറൊരു കാര്യം വരാം, ഇത് ഞാൻ ജസ്റ്റ് മായ്ക്കാണ്. ഓക്കെ, വേറൊരു കാര്യത്തിലേക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് മനസ്സിലാക്കേണ്ട സാധനം, ഈ ഓരോ ടേമിൻ്റെയും യൂണിറ്റ് എന്താണ്? ആ യൂണിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. പല എക്സാംസിന് പല രീതിയിൽ അത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെടുക്കാം? P/ρg, ഇതെല്ലാം പ്രഷർ ഹെഡാണ്. ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആയിരിക്കും. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെ വരും? ഓക്കെ, പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്? Nm/m² എന്നാണ്. ന്യൂട്ടൺ എന്താണ്? kg/m/s² ആണല്ലേ. അപ്പോൾ kg/m/s², അപ്പോൾ ന്യൂട്ടൺ കിട്ടി. ഡിവൈഡഡ് ബൈ Nm/m² ആണ് പ്രഷർ. അപ്പോൾ Nm/m² വീണ്ടും ഡിവൈഡഡ് ബൈ m², അപ്പോൾ പ്രഷറായി. ഡിവൈഡഡ് ബൈ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ kg/m³ ഇൻറ്റു g, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, m/s². ഓക്കെ, ഇതിനെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഈ കിലോഗ്രാമും ഈ കിലോഗ്രാമും ക്യാൻസലാവും. ഈ മീറ്റർ മാറി ഇവിടെ m² ആവും. താഴത്തെ m²ഉം ഇവിടുത്തെ താഴത്തെ m² രണ്ടും ക്യാൻസലാവും. ഓക്കെ, എങ്കിൽ ഈ സെക്കൻഡ് സ്ക്വയറും ക്യാൻസലായി. ഏറ്റവും ലാസ്റ്റ് എനിക്ക് കിട്ടുന്ന യൂണിറ്റ് മീറ്റർ. നിങ്ങൾ ഈ ടേം ഇതുപോലെ ചെയ്ത് നോക്കൂ, മീറ്റർ കിട്ടും. ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഹൈറ്റാണ്, അവിടെ മീറ്റർ തന്നെയാണ്. SI യൂണിറ്റ് മീറ്ററാണ്. ചിലപ്പോൾ MM, നമ്മൾ വേറൊരു കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ MM എന്നുള്ള കൺസിഡറേഷൻ. സോ അത് ഡിസ്റ്റൻസ് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം പ്രഷർ ഹെഡ്, കൈനറ്റിക് ഹെഡ്, പൊട്ടൻഷ്യൽ ഹെഡ്. ബെർണോളിസ് ഇക്വേഷൻ്റെ ഓരോ ടേമിൻ്റെയും യൂണിറ്റ് മീറ്ററാണ്. നമുക്ക് കിട്ടുന്ന ആൻസർ മീറ്ററിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. അതായത് പ്രധാനമായും നമ്മൾ പഠിക്കേണ്ട 3 ആപ്ലിക്കേഷൻസാണ്. ഒന്ന് വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, പിറ്റോ ട്യൂബ്. ഇങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, പിറ്റോ ട്യൂബ്. ഓരോന്നിലായിട്ട് കിടക്കാം. ഫസ്റ്റ് വെഞ്ചുറി മീറ്റർ. എന്താണ് വെഞ്ചുറി മീറ്റർ? എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ക്യൂ എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ട്, ഡിസ്ചാർജ്. ഈ ഡിസ്ചാർജ് തന്നെയാണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഈ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക ഒരു പൈപ്പിലൂടെ ആ പൈപ്പിൻ്റെ ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു
ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ് ഇന്ന് എൻ്റെ വെഞ്ചുറിമീറ്റർ. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇതിൻ്റെ പാർട്ട്. ഓക്കെ, ഇതിന് 3 പാർട്ടുണ്ട്. അതായത് ഒരു ഷോർട്ട് കൺവേർജിങ് പാർട്ട്, അതായത് ഈ കൺവേർജിങ് പാർട്ട് എന്താണ്, ഇതാണ് കൺവേർജിങ് പാർട്ട്. ഈ കൺവേർജിങ് പാർട്ട് ഇവിടെ നിന്ന് ഇതുവരെയാണ് നമ്മുടെ എന്ത് വരുന്നത്, വെഞ്ചുറിമീറ്റർ വരുന്നത്. ഇതാണ് ഷോർട്ട് കൺവേർജിങ് പാർട്ട്. പിന്നെ ഇത് ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ത്രോട്ട് ഏറ്റവും ഏരിയ കുറഞ്ഞ സ്ഥലം. ഓക്കെ, പിന്നെ മൂന്നാമത് വരുന്നത് ഡൈവേർജിങ് പാർട്ട്. ഡൈവേർജിങ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡൈവേർജിങ് പാർട്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാർ ചെയ്തിടുക. അതായത് ഇതിൻ്റെ ഡൈവേർജിങ് സെക്ഷൻ നീളം കൂടുതലാണ്, എന്നാൽ കൺവേർജിങ് സെക്ഷൻ നീളം എന്താണ്, കുറവാണ്. അപ്പോൾ ലെങ്ത് ഓഫ് കൺവേർജിങ് സെക്ഷൻ ഈസ് ഷോർട്ടർ ദാൻ ലെങ്ത് ഓഫ് ഡൈവേർജിങ് സെക്ഷൻ. ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇത് എച്ച് എടുക്കണ്ട, നിങ്ങളിത് എക്സ് എന്ന് എടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മായ്ക്കാം. ഓക്കെ, ഇത് നിങ്ങൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കും. എന്താണ് D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, D1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്ററാണ്. ഇതെവിടെയാണ് നമ്മുടെ ഇൻലെറ്റ്. ഇതിന് മുന്നേ ഞാനൊരു മാനോമീറ്റർ വെച്ചിട്ടുണ്ട്, ഇതിന് ശേഷവും മാനോമീറ്റർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഞാൻ എച്ച് എന്ന് എടുക്കുന്നത്. ആക്ച്വലി എച്ച് എന്ന് എടുക്കണ്ട, ഇത് ആക്ച്വലി നിങ്ങൾ എക്സ് എന്ന് എടുത്താൽ മതി. ഇത് എക്സ് ആണ്, ഇത് വാല്യൂ എക്സ് എന്ന് നിങ്ങൾ എടുത്താൽ മതി. കാരണം അത് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എങ്കിൽ ഇതിലെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ആക്ച്വലി ഈസ് ഈക്വൽ ടു CD എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു A1 A2 റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് 2GH. ഇതിങ്ങനെ തന്നെ കാണാതെ പഠിക്കുക. ഈ ഇക്വേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് എക്സാം ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതെ ഇരിക്കാം. പക്ഷേ ഇതിൽ മിക്കപ്പോഴും ചോദിക്കുന്നത് ഈ Q ആക്ച്വൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് H, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ തമ്മിലെളുപ്പം A1 ഈസ് ഈക്വൽ ടു 3 ടൈംസ് A2 എന്നുള്ള രീതിയിൽ തന്നിട്ട് ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്ചാർജിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡിസ്ചാർജിന് തമ്മിലുള്ള റിലേഷൻസ്, രണ്ട് കണ്ടീഷനിലും ഡിസ്ചാർജ് തമ്മിലുള്ള റിലേഷൻസ് ചോദിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. സോ ഇതിങ്ങനെ തന്നെ പഠിക്കാം. ഞാൻ നേരത്തെ എക്സ് പറഞ്ഞു, ഇവിടെ ചോദിക്കുന്നത് H ആണ്. ആ രണ്ടും തമ്മിൽ വ്യത്യാസം, രണ്ടും നിങ്ങൾക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തന്നെ പഠിപ്പിച്ചത്. ഇവിടെ വരുന്നത് H ആണ്. ഓക്കെ, എങ്കിൽ അത് വരാം. അതിന് മുന്നേ എന്താണ് CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വെഞ്ചുറിമീറ്റർ. ഈ CDയുടെ ജനറൽ വാല്യൂ 0.98, ജനറലി 0.969798. 98 എന്നാണ് PSC ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 0.98 അത് അമർത്തുക. ഓക്കെ, എന്താണ് CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ്. ഇതിനെയാണ് ഞാൻ എൻ്റെ CD കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്. Q ആക്ച്വൽ ഡിവൈഡഡ് ബൈ Q തിയറട്ടിക്കൽ. ഇതാണ് എൻ്റെ CD. ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ് ടു തിയറട്ടിക്കൽ ഡിസ്ചാർജ്. എങ്കിൽ ഈ H നമുക്ക് A1 കണ്ടുപിടിക്കാം. കാരണം A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ, ഞാൻ എൻ്റെ ഈ ഒരു സാധനം ഇങ്ങനെയാണ് എൻ്റെ നോസിലെങ്കിൽ ഇവിടെ വരുന്നതാണ് എൻ്റെ D1. അത് നമുക്ക് തന്നിട്ടുണ്ടാവും. D1 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് A1 കണ്ടുപിടിക്കാം. A2 അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷൻ, അല്ലെങ്കിൽ ത്രോട്ട് സെക്ഷനാണ് എൻ്റെ 2 എന്ന് പറയുന്ന സെക്ഷൻ. ആ ത്രോട്ട് സെക്ഷനിലെ ഏരിയ, അവിടുത്തെ ഡയമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. മിക്കപ്പോഴും തന്നിരിക്കാനാണ് പതിവ്, ഇല്ല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലത്തിൽ മാത്രം. എങ്കിൽ ഈ D തന്നു കഴിഞ്ഞാൽ ഇവിടെയും π/4D² എന്ന് വെച്ചുള്ള ഇക്വേഷൻ, π/4D² എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുത്തെ A2 കണ്ടുപിടിക്കാം. അപ്പം റൂട്ട് 2G. ഇനി H എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഈ H കണ്ടുപിടിക്കാൻ സപ്പോസ് എൻ്റെ കൂടെ ഒഴുകുന്ന വെള്ളം എൻ്റെ കൂടെ ഒഴുകുന്ന പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വെള്ളമാണ്, വാട്ടർ ആണെന്ന് കരുതുക. ഓക്കെ, ഞാനിവിടെ ഒരു മാനോമീറ്റർ വെച്ചിട്ടുണ്ട്, ഇവിടെ വേറൊരു മാനോമീറ്റർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഈ രണ്ടും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ്. ഈ ഹൈറ്റ് ഡിഫറൻസിനെ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് എന്നാണ് എടുത്തിരുന്നത്. ഈ ഹൈറ്റ് ഡിഫറൻസിനെ ഞാൻ എന്താണ് എടുക്കുന്നത്, എക്സ് എന്നാണ്. എങ്കിൽ നമുക്ക് എന്താണ്, ഇൻ ടേംസ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡിലേക്ക് എനിക്ക് ഇത് മാറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്കിൽ എൻ്റെ എച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ, ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ
എൻ്റെ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് ഡെൻസിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഞാൻ റോ എം എന്ന് എടുക്കുന്നു. ഈ റോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഞാൻ ഹെവിയർ ഫ്ലൂയിഡ്, വെള്ളത്തിനേക്കാളും ഹെവിയർ ആയിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് മെർക്കുറി, അതായത് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 13600 ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് റോ ഓഫ് വാട്ടർ അല്ല, നമുക്ക് റോ ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് റോ എഫ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് വാട്ടറായിട്ട് എടുക്കാം. ഇതൊരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. എങ്കിൽ എൻ്റെ മാനോമീറ്റർ അല്ലെങ്കിൽ മാനോമെട്രിക് ഹൈറ്റ് എച്ച് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഈ എച്ച് ഈസ് ഈക്വൽ ടു ഈ കിട്ടുന്ന എക്സ് ഇൻറ്റു റോ ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ റോ ഓഫ് ഫ്ലൂയിഡ് -1. ഇതാണ് എൻ്റെ ഇക്വേഷൻ. അതെന്താണ്? മാനോമെട്രിക് ഫ്ലൂയിഡ് ആണ് ഹെവിയർ എങ്കിൽ റോ മാനോമീറ്റർ ഡിവൈഡഡ് ബൈ റോ ഫ്ലോയിങ് ഫ്ലൂയിഡ് -1. ഇതാണ് എന്ത് ആക്ച്വലി എൻ്റെ എച്ച് അല്ലെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ അല്ല എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതല്ല, രണ്ടാമത് ഇഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഈസ് ലൈറ്റർ, ഞാൻ അവിടെ ഉപയോഗിക്കുന്ന റോ മാനോമീറ്റർ ഒരു ഓയിലാണെന്ന് കരുതുക. ഓയിലാണെങ്കിൽ 0.8 അല്ലെങ്കിൽ 800 നമ്മുടെ ഡെൻസിറ്റി വരുന്നത്. ഫ്ലോയിങ് ഫ്ലൂയിഡ് റോ എഫ്, ഫ്ലോയിങ് ഫ്ലൂയിഡ് വാട്ടർ തന്നെ എടുക്കുന്നത് കരുതുക. എങ്കിൽ അവിടെ ഞാൻ എടുക്കുന്ന എച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എന്താണ് 1 - റോ മാനോമെട്രിക് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ റോ ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഇതാണ് ഞാൻ അവിടെ നിന്ന് എടുക്കുന്ന ഇക്വേഷൻ. ഇതിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തിരിഞ്ഞു പോകും. ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ ചെറിയ രീതിയിലൊന്ന് ആലോചിക്കുക. അതായത് എച്ച് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇത് ഈ റോ മാനോമെട്രിക് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ റോ എഫ് എന്ന് പറയുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡ് ഹെവിയർ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ >1 അല്ലടാ, ഇതിൻ്റെ വാല്യൂ >1 അല്ലേ? അപ്പോൾ >1 ആയതുകൊണ്ട് മാത്രമല്ലേ നമുക്കിവിടെ -1 ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? 1 അല്ലെങ്കിൽ ഒരു 1.3 -1 അതുകൊണ്ടല്ലേ ഇവിടെ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ല ലെസ് ആയിരുന്നുവെങ്കിൽ ഇത് എന്ത് വാല്യൂ വരുന്നതാണ്? നെഗറ്റീവ് വാല്യൂ എന്നാണ് അല്ലേ? അപ്പോൾ എന്താണ് റോ മാനോമീറ്റർ, അത് ഹെവിയർ ഫ്ലൂയിഡ് ആണെങ്കിൽ ഇത് ആദ്യം വരും. റോ മാനോമീറ്റർ ബൈ റോ എഫ് എന്ന് പറഞ്ഞ റേഷ്യോ ആദ്യം വരും. അതല്ല ലൈറ്റർ ഫ്ലൂയിഡ് ആണെങ്കിൽ നോക്കടാ, ഇത് 0.8 ഡിവൈഡഡ് ബൈ 1 വരുമ്പോൾ 0.8 എന്നല്ലടാ വരുന്നത്. ഇത് 1 - 0.8 വരുമ്പോൾ 0.2 എന്ന് വരും ഈ ഒരു ടേം ഇല്ലേ? അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് വരടാ, ഈ 1 - അല്ലെങ്കിൽ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവായിട്ടിരിക്കും, ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇത് നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ എപ്പോഴും ആലോചിക്കുക, നമ്മുടെ എപ്പോഴും റേഷ്യോയിൽ വ്യത്യാസം വരുന്നില്ല. റേഷ്യോ എപ്പോഴും എന്താണ്? റോ മാനോമീറ്ററിക്ക് തന്നെയാണ് മുകളിൽ റോ മാനോമീറ്റർ ഡിവൈഡ് ബൈ റോ ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഇത് തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു റേഷ്യോ വരുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും. അത് 1 - എന്ന് പറഞ്ഞാൽ അത് ചെറുതാകുന്നു. അതെന്താണ്? ലൈറ്റർ മാനോമെട്രിക് ഫ്ലൂയിഡ് ലൈറ്റർ ആകുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ മറ്റേതെന്ത് പറയാം? മാനോമെട്രിക് ഫ്ലൂയിഡ് ഹെവിയർ ആകുന്നു എന്നർത്ഥം. അതാണ് നമ്മുടെ റോ എം ബൈ റോ എഫ് -1 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 3 ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വെഞ്ചുറി മീറ്റർ, അത് ഞാൻ കഴിഞ്ഞു. ഇനി ഒറിഫൈസ് മീറ്റർ. ഓക്കെ, ഒറിഫൈസ് മീറ്റർ നോക്കുമ്പോൾ അത് എന്ത് തന്നെയാണ്? സിമ്പിൾ ക്യൂ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കാൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ തന്നെയാണ് ഞാൻ ഒറിഫൈസ് മീറ്ററും യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഒറിഫൈസ് മീറ്ററിൻ്റെ ഒരു ഉപയോഗം? ഒന്നുമില്ല. ഒറിഫൈസ് മീറ്ററും വെഞ്ചുറി മീറ്ററും തമ്മിലുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല. സംഭവം ഇത് കുറച്ച് ചീപ്പറാണ്, കുറച്ചുകൂടെ വില കുറവാണ്, കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാര്യം നടക്കും. ബാക്കി ഇക്വേഷൻസ് എല്ലാം സെയിം തന്നെയാണ്, വേറെ ഒരു വ്യത്യാസമില്ല. ഓക്കെ, ഇനി നമ്മളവിടെ CD പഠിച്ചു, അതിലോട്ട് വരാം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ഉണ്ടാവും. അതായത് നമ്മളൊരു വെള്ളം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും, ഈ വെള്ളത്തിൻ്റെ ഇടയിൽ ഒരു സർക്കുലർ പ്ലേറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു പ്ലേറ്റ്. ഇത് എൻ്റെ സൈഡ് വ്യൂ ആണ്. ഈ സൈഡ് വ്യൂവിന് ഞാൻ ഫ്രണ്ട് വ്യൂ ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റിൽ ഒരു ഹോൾ ഇട്ടു. ഈ ഹോൾ ഇട്ട് ആ പ്ലേറ്റ് നേരെ ഞാൻ ഇവിടെ കൊണ്ടങ്ങ് വെക്കും, ഇങ്ങനെ ചരിച്ച് വെക്കും. ഈ ചരിച്ച് വെക്കുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ ചെറിയൊരു ഹോളായിട്ട് മാറും. ഇതിൻ്റെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് ആക്ച്വലി ഈ വെള്ളം വരുമ്പോൾ ഇതിങ്ങനെ വരും. കുറച്ചുകൂടെ വലുതായിട്ട് വരച്ചാൽ ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ, ഈ ഫിഗറിൽ ആക്ച്വലി ഇതാണ് എൻ്റെ ഫസ്റ്റ് സെക്ഷൻ. രണ്ടാമത് എൻ്റെ വെള്ളം വരുന്ന സെക്ഷൻ കണ്ടില്ലേ? ഈ സെക്ഷനിലല്ല ഇതിൻ്റെ ഏറ്റവും മിനിമൽ ഏരിയ വരുന്നത്. ആക്ച്വലി എൻ്റെ മിനിമൽ ഏരിയ വരുന്നത് ഈ 2 എന്ന് പറയുന്ന സോൺ. ഇവിടെ ഈ 2 എന്ന് പറയുന്ന ഈ സെക്ഷനെയാണ് ഞാൻ പറയുന്നത് വീന കോൺട്രാക്റ്റ
ഓക്കെ, വീന കോൺട്രാക്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ ഇനി ഈ ഒറിഫൈസ് ഡയമീറ്റർ, ഈ ഒറിഫൈസ് ഡയമീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജനറലി 0.4 to 8 ടൈംസ് ഓഫ് പൈപ്പ് ഡയമീറ്റർ. ഇതിൻ്റെ പൈപ്പ് ഡയമീറ്റർ ഡി ആണ് എങ്കിൽ ഒറിഫൈസ് ഡയമീറ്റർ DO എന്ന് പറയുന്നത് 0.4 to 0.8 ടൈംസ് ഇൻറ്റു ഡി ആണ്. അതല്ല എങ്കിൽ ജനറലി ഇക്വേഷനിൽ വേറെ ഒറ്റ വാല്യൂ മാത്രമാണ് വരുന്നതെങ്കിൽ ഡി ഒറിഫൈസ്, DO എന്ന് പറയുന്നത് ഡി ഒറിഫൈസിനാണ് ഞാൻ പറയുന്നത്, ഈക്വൽസ് 0.5 ഇൻറ്റു ഡി എന്ന് പറയുന്നതാണ് ഡയ ഓഫ് പൈപ്പ്. ഡി ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒറിഫൈസ് ഡയ. ഇതാണ് ആക്ച്വലി എന്ത് അതിൻ്റെ ഒറിഫൈസ് മീറ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ്. ഇതിൽ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷാർപ്പ് എഡ്ജ്ഡ് ഹോളാണ്. ഇതിൻ്റെ എഡ്ജ് എപ്പോഴും പറയുന്നത് ഈ ഫ്ലാറ്റ് പോലെ അല്ല ഇരിക്കുന്നത്, ഇത് ആക്ച്വലി ഇങ്ങനെ കൂർത്തിരിക്കും എങ്കിൽ ഇത് കോൺസെൻട്രിക് വിത്ത് പൈപ്പ്, അതായത് ഇത് കറക്റ്റ് സെൻറ്ററിലായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു പൈപ്പ് എന്ന് വിചാരിക്കുക. ഈ പൈപ്പ് എക്സെൻട്രിക് ആയിട്ട് ഇങ്ങനെയല്ല ഇതിൻ്റെ ഒറിഫൈസ് വരുന്നത്, പകരം ഇത് കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെയായിരിക്കും ഈ സർക്കിൾ അല്ലെങ്കിൽ ഒറിഫൈസിൻ്റെ സർക്കിൾ വരുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ PSC പഠിക്കുമ്പോൾ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് കീറി മുറിച്ച് പഠിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അതൊക്കെയാണ് നമ്മൾ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒറിഫൈസ് ഡയമീറ്ററിൽ നമ്മൾ മെയിൻലി നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. Q ഈസ് ഈക്വൽ ടു ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ CD A0 A1, A0 അല്ല AO അല്ലെങ്കിൽ A0 എന്ന് പറയുന്നത് നമ്മുടെ ഒറിഫൈസിൻ്റെ ഏരിയ. ഓക്കെ, പക്ഷേ ആക്ച്വലി നമ്മൾ ഏറ്റവും മിനിമൽ ഏരിയ എവിടെയാണ്? വീന കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ ഒറിഫൈസിൻ്റെ ഡയമീറ്റർ മാത്രമാണ് എടുക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഡയമീറ്റർ ഒറിഫൈസിൻ്റെ ഡയമീറ്ററാണ്. ഓക്കെ, അപ്പോൾ A0 A1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ അല്ലെങ്കിൽ A0 സ്ക്വയർ ഇൻറ്റു റൂട്ട് 2GH. അപ്പോൾ ഈ H എങ്ങനെ കണ്ടുപിടിക്കുന്നു? നമ്മൾ വെഞ്ചുറി മീറ്ററിൽ എങ്ങനെയാണോ നമ്മൾ H കണ്ടുപിടിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ H കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ X എന്നാണ്, ഇവിടെ ഡയറക്റ്റ് X എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ A1 A2 ഇതെല്ലാം അറിയാം, കോഎഫിഷ്യൻ്റ് ഓഫ്. ഇനി CC പുതിയൊരു ടേം CC. നേരത്തെ നമ്മൾ CD പഠിച്ചു, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു പഠിച്ചു, അല്ലെങ്കിൽ CD കോഎഫിഷ്യൻ്റ് ഓഫ് വെഞ്ചുറി മീറ്റർ എന്ന് പറഞ്ഞു പഠിച്ചു. ഇവിടെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞ ടേം പഠിക്കുകയാണ്. ഈ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ തിയറട്ടിക്കൽ. അപ്പോൾ ആക്ച്വൽ ഏരിയ ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ ഏരിയ, ഇതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ CD പഠിച്ചു, 0.98 ആയിരിക്കും വരുന്നത്. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ആക്ച്വലി CC ആണ്. ഇത് കുറച്ച് ഡെറിവേഷനൊക്കെ വരുമ്പോൾ ഇത് CD മാറും. ഈ CD എന്ന് പറയുന്ന വാല്യൂ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് CD എന്ന് പറയുന്നത് ഇവിടുത്തെ CD 0.6 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ വെഞ്ചുറി ആണെങ്കിൽ എത്രയുള്ള 0.98. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ഒറിഫൈസ് മീറ്റർ ആണെങ്കിൽ അവിടുത്തെ വാല്യൂ CD എന്താണ്? 0.6. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് പിറ്റോട്ട് ട്യൂബ്. നമ്മൾ ആദ്യം പഠിച്ച രണ്ടെണ്ണം ഉണ്ട്, വെഞ്ചുറി മീറ്ററും പഠിച്ചു, ഒറിഫൈസ് മീറ്ററും പഠിച്ചു. അത് രണ്ടും എന്തായിരുന്നു? ഡിസ്ചാർജിനെ മെഷർ ചെയ്യാനായിരുന്നു. ഡിസ്ചാർജിനെ മെഷർ ചെയ്യായിരുന്നു Q. ഇവിടെ നമ്മൾ പിറ്റോട്ട് ട്യൂബ് പഠിക്കുന്നത്, പിറ്റോട്ട് ട്യൂബ് ആക്ച്വലി അവിടുത്തെ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. വെലോസിറ്റി ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കുന്ന സാധനമാണ് പിറ്റോട്ട് ട്യൂബ്. പിറ്റോട്ട് ട്യൂബിൻ്റെ ഇക്വേഷൻ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു CB റൂട്ട് 2GH. ഈ H ഡയറക്റ്റ്ലി ഇത് തന്നെയായിരിക്കും കിട്ടുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷർ പിറ്റോട്ട് ട്യൂബ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിൽ CB എന്ന് പറയുന്നൊരു ടേം ഉണ്ടല്ലേ, CB എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് പിറ്റോട്ട് ട്യൂബ് എന്ന് പറയും. അത് ആക്ച്വലി വേറെ ഒന്നുമില്ല, CB ഈസ് ഈക്വൽ ടു വെലോസിറ്റി ആക്ച്വൽ ഡിവൈഡഡ് ബൈ വെലോസിറ്റി തിയറട്ടിക്കൽ. V ആക്ച്വൽ ഡിവൈഡ് ബൈ V തിയറട്ടിക്കൽ. ഇതാണ് ആക്ച്വലി എൻ്റെ പിറ്റോട്ട് ട്യൂബ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ടോപ്പിക് അവസാനിക്കുകയാണ്. നമ്മളിനി ഇതിൻ്റെ ഇതുമാതിരി കുറച്ച് MCQs ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ് കാണാം. ഇതുപോലെ ഇൻറ്റൻസീവ് കോച്ചിങ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് AE പോലുള്ള ഓരോരോ PSC എക്സാംസ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ AE 3 AE വിളിച്ചിട്ടുണ്ട്.
അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ കേരള യൂണിവേഴ്സിറ്റി ഓഫ് കേരള, പിന്നെ വരുന്ന അഗ്രോ ഇൻഡസ്ട്രീസ് വിളിച്ചിട്ടുണ്ട്, അതുപോലെ AE ഇൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, ഈ 3 വിളിച്ചിട്ടുണ്ട്. അതുപോലെ RRB JE വിളിച്ചിട്ടുണ്ട്. ഈ എക്സാമിന് ഈ പറഞ്ഞ എക്സാംസിന് വേണ്ടിയുള്ള ഓൺലൈൻ ഇൻറ്റൻസീവ് കോച്ചിങ്സ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി ബിഗ് ലേണിംഗിൽ അവൈലബിൾ ആണ്. അതുമായി കൂടുതൽ അറിയാനായിട്ട് താഴത്തെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇതുപോലെ കൂടുതൽ ഡെമോ ക്ലാസ്സുകളും അതുപോലെ തന്നെ വീണ്ടും മോക്ക് ടെസ്റ്റും ഇതെല്ലാം PYQ എല്ലാം ഡിസ്കസ് ചെയ്ത് എല്ലാം നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് വരെ ഗുഡ് ബൈ.